ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൻ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ചെമ്മീൻ റോസ്റ്റ് ആണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. നമുക്കൊരു പാൻ ചൂടാക്കാം. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞതും 2 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞതും 1/2 കപ്പ് ചെറിയുള്ളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചെറിയുള്ളി ഇല്ലെങ്കിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞ് ചേർത്താലും മതിയാകും. ഇനി ഇതിലേക്ക് 2-3 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്നവരെ വഴറ്റി കൊടുത്താൽ മതിയാകും. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്കിനി മസാലകളൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ സമയം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം മസാലകളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 300 ഗ്രാം ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ചെമ്മീൻ്റെ തോടൊക്കെ കളഞ്ഞ് അതിൻ്റെ വെയിനൊക്കെ മാറ്റിയതിന് ശേഷമാണ് ചേർത്തേക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതുപോലെ ഇതിൻ്റെ സെൻറ്ററിലേക്കൊന്ന് തത്തിപ്പത്തി വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മളിത് വേഗം വെച്ചിട്ട് 5 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിനി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, ഇപ്പം ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഇതിലേക്ക് അല്പം പോലും വെള്ളമൊന്നും ചേർത്തിട്ടില്ലായിരുന്നു. ഈ ചെമ്മീനിൽ നിന്ന് ഊറിയ വെള്ളം കൊണ്ടാണ് ഇത് വെന്ത് വന്നത്. നമുക്കിനി ഇതിലേക്ക് 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഏകദേശം 1 മിനിറ്റോളം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അവസാനമായിട്ടൊരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മസാല കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടില്ലേ, അപ്പോൾ ചെമ്മീൻ കിട്ടുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്